ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇയർബഡ്സിൻ്റെ അൺബോക്സിംഗ് ആണ്. അതായത് നോയ്സിൻ്റെ എയർബഡ്സ് മിനി ഇയർബഡ്സിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഇതിൻ്റെ ചെറിയ റിവ്യൂ ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഇയർബഡ്സ് അൺബോക്സിംഗ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഇയർബഡ്സ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഞാനും ഫുൾ എക്സൈറ്റഡ് ആണ്, കാരണം ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ കത്തി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു സിം ഇഞ്ചക്ഷൻ ടൂൾ വെച്ചാണ് ഈ ഒരു സൈഡ് അങ്ങ് കട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് ആവശ്യമില്ലാത്തതുകൊണ്ട് അതങ്ങ് മാറ്റുകയാണ്. ഓക്കെ, വാവ്, ഇതാണ് നോയ്സിൻ്റെ എയർബഡ്സ് മിനി. ഓക്കെ, അപ്പോൾ നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുകളിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് അങ്ങ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് സൈഡിൽ നിന്നൊക്കെ അങ്ങ് വലിച്ചിടക്കുകയാണ്. അപ്പോൾ അത് കട്ട കീറിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കൂടെ അങ്ങ് വെച്ച് ഞങ്ങൾ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈഡിൽ നിന്ന് അങ്ങ് യെസ്, അപ്പോൾ അതങ്ങ് കട്ടായിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ ഇത് മാറ്റാം. ഈ ഒരു പെട്ടി എടുത്ത് അങ്ങ് മാറ്റിയേക്കാം. അപ്പോൾ ആ ഒരു ബോക്സ് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കിവിടെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതുമാണ്. അതായത് 14.2 mm സൗണ്ട് ഡ്രൈവർ, ഹൈപ്പർ സിങ്കിങ്, ഫുൾ ടച്ച് കൺട്രോളർ, 1 കീ റീസെറ്റ്, പിന്നെ രണ്ട് സൈഡിലും സീലിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ പ്രൈസ് ഈ ഒരു ബോക്സിൽ കിടക്കുന്ന 2999 രൂപയാണ്. 1 രൂപയുടെ കുറവുണ്ട് 3000-ന്. അപ്പോൾ നമുക്ക് ഈ ഒരു സീലിംഗ് കൂടെ അങ്ങ് നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ ഇഞ്ചക്ഷൻ ടൂൾ വെച്ച സൈഡ് അങ്ങ് ഇതാക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ എത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നത്? രണ്ട് സൈഡ് ഇതിങ്ങനെയല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലെ സീലിംഗ് അങ്ങ് കട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ ടൂൾ വെച്ച് അങ്ങ് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതങ്ങ് കട്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എടുക്കുന്നത്? യെസ്, അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ബോക്സിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് അങ്ങ് ഓപ്പൺ ചെയ്യാം. യെസ്, ഇതിനാദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. ഒരു നീളം, ഇഷ്ടംപോലെ നീളമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനിവിടെ നോയ്സിൻ്റെ വേറെ ഒരു കാർഡൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു QR കോഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിനിവിടെ ലഭിക്കുന്നുണ്ട്. ലിസൺ ടു എ നോയ്സ് വിത്ത് കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് ആ ഒരു ഇയർബഡ്സിൽ ഒട്ടിക്കാനുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റിക്കറും യൂസർ മാനുവലും എല്ലാം എടുത്ത് അങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്പോഞ്ചിൻ്റെ കാണാൻ ആ സ്പോഞ്ചും എടുത്ത് അങ്ങ് മാറ്റാം. ഇവിടെ യെസ്, അപ്പോൾ നമ്മൾ ആ ഇയർബഡ്സ് നമ്മുടെ കയ്യിൽ എടുത്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് ലൈറ്റ് വെയിറ്റ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇയർബഡ്സ് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇത് ഉള്ളിലായിട്ട് വേറെ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഉള്ളിലായിട്ട് നമുക്ക് ഈ സ്പോഞ്ച് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇപ്പോൾ വേറൊരു ക്യാബിനറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ എന്താണ് എന്ന് നമുക്ക് ഇതിനുള്ളിലായിട്ട് നമുക്ക് Type-C കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബോക്സും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റിയേക്കാം. അപ്പോൾ യൂസർ മാനുവൽ എല്ലാം മാറ്റിയിട്ടുണ്ട്. യെസ്, അടുത്തതായി നമുക്ക് ഈ ഇയർബഡ്സിൻ്റെ പ്ലാസ്റ്റിക് അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഈ ഇയർബഡ്സിൻ്റെ വെയിറ്റ് വരുന്നത് 27 grams ആണ്. പിന്നെ ഈ ബഡ്സിൻ്റെ വെയിറ്റ് വരുന്നത് 3.2 grams ആണ്. പിന്നെ ഈ ഒരു ബഡ്സിൻ്റെ ഡ്രൈവർ വരുന്നത് 14.2 mm ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ലൈറ്റ് ഇൻഡിക്കേറ്ററും പിന്നെ Type-C ചാർജിങ് പോർട്ടും പിന്നെ സ്വിച്ചും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് 80% മുകളിലാണെങ്കിൽ നമുക്കിവിടെ ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 20% മുതൽ 80% വരെ ആണെങ്കിൽ ലൈറ്റ് ഗ്രീനും പിന്നെ 20% താഴെയാണെങ്കിൽ ഡാർക്ക് റെഡ് കളറുമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ ഇത് IPX4 സർട്ടിഫിക്കേഷനും ഉണ്ട്. പിന്നെ സ്പ്ലാഷ് പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ അറിയാതെ വെള്ളം നനഞ്ഞാലോ താഴെ വീണാലോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അടുത്തതായി നമുക്ക് ഈ ബ്ലൂടൂത്ത് ഫംഗ്ഷനിലേക്ക് വരാം. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് സിംഗിൾ ടച്ച്, ഡബിൾ ടച്ച്, ട്രിപ്പിൾ ടച്ച് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ടച്ച് കൺട്രോൾ എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് പോസ് ചെയ്യാനായിട്ടും പ്ലേ ചെയ്യാനായിട്ടും നെക്സ്റ്റ് സോങ്ങിലേക്കുള്ള ആക്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതും ആണ്. പിന്നെ ഈ ഇയർബഡ്സിന്റെ പ്ലേ ടൈം വരുന്നത് 3.5 hours ആണ്. അപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് 70 hours വരെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂറോടെ ഫുൾ ചാർജ് ആവുകയും ചെയ്യും. അടുത്തതായി ഇയർബഡ്സ് പെയറിംഗിലേക്ക് വരാം. പെയറിംഗ് വളരെ സിമ്പിളാണ്. ആദ്യം ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇയർബഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ താഴെയായിട്ട് നമുക്ക് ആ ഒരു ഡിവൈസ് കാണുവാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ആ ഈ ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പെയറിംഗ് ആവുകയും ചെയ്യും. പെയറിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം പെയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, പെയറിംഗ് ആയി, നമ്മൾ ആ പെയർ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ അത് കണക്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 70% ചാർജ് ഉണ്ട് ഈ ഒരു ഇയർബഡ്സിൽ. അപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ
ഇയർബഡ്സിൻ്റെ അത് അടച്ചു കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്ട് ആവുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നമ്മൾ ക്ലിക്ക് ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുകയും ചെയ്യും. എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇയർബഡ്സ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. അടുത്തതായി നമുക്ക് ഇയർബഡ്സിൻ്റെ കംഫോർട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാൻ ഇയർബഡ്സ് എടുക്കുകയാണ്. ഓക്കെ, അതായത് നമുക്ക് ആ റൈറ്റ് ഇയറിൽ നമുക്ക് ഫിക്സ് ചെയ്തു. ഓക്കെ, അടുത്ത നമുക്ക് ലെഫ്റ്റ് ഇയറിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, നല്ല കംഫോർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പ്രത്യേകം താഴെ എങ്ങും തന്നെ പോകുന്നില്ല, നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അടുത്തായി നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടോ എന്ന്. ഇതൊരു ബേസ് ബൂസ്റ്റഡ് ഇയർബഡ്സ് ആയതുകൊണ്ട് ഇതിന്റെ ബേസ് നല്ലതുപോലെ ഉണ്ട് ഒരു മ്യൂസിക്കിന്റെ. ഓക്കെ, കേൾക്കുന്ന സമയത്ത് നല്ലൊരു ഫീലൊക്കെ വരുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇയർബഡ്സിന്റെ ടച്ച് കൺട്രോൾസിലേക്ക് വരാം. മ്യൂസിക് പോസ് ചെയ്യാനായിട്ടും പ്ലേ ചെയ്യാനായിട്ടും റൈറ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ മ്യൂസിക് പോസ് ആവുകയും പ്ലേ ആവുകയും ചെയ്യും. അതേപോലെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് മ്യൂസിക് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതും ആണ്. പിന്നെ വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ വോളിയം ഇൻക്രീസ് ആവുകയും ചെയ്യും. അതേപോലെ ഡിക്രീസ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് സിംഗിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വോളിയം ഡിക്രീസ് ആവുകയും ചെയ്യും. നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ പ്രീവിയസ് സോങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് സോങ്ങിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടച്ച് കൺട്രോൾ തന്നെയാണ് ഇത്. പിന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സിറി ഒക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റും സിറി ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതും ആണ്. എന്തായാലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ബഡ്ജറ്റ് ഇയർബഡ്സ് ആണ് ഈ നോയ്സിന്റെ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബേസും കാര്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇയർബഡ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയാം. നിങ്ങൾക്ക് ബേസ് കൂടുതലുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇയർബഡ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, ഉറപ്പായും നിങ്ങൾ ഈ ഇയർബഡ്സ് വാങ്ങുന്നത് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഇത് ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഇയർബഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ അൺബോക്സിംഗ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാതെ തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ശക്തിയും. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടുള്ള കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഇയർബഡ്സ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇയർബഡ്സ് ഇൻ ഡെപ്ത് റിവ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇയർബഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റും നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ലൊരു ടെക്നോളജി വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണ് നല്ല വീഡിയോ കണ്ടുമുട്ടുന്നതിലേക്ക് ബൈ.